പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഈ പല പല ബലഹീനതകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര വിഷമം വരാറുണ്ടോ? എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ, എനിക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും സ്ലിപ്പായി പോവാണല്ലോ, ഞാൻ അറിയാതെ പിന്നെ ദേഷ്യപ്പെട്ടു പോവാണല്ലോ, ഞാൻ പിന്നെ പാപത്തിൽ വീണ് പോവാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ടോ? ഒരിക്കലും നമുക്ക് വിഷമിക്കാൻ വേണ്ടിയല്ല ഇതിങ്ങനെ നമ്മളെ അസ്വസ്ഥനാക്കാനോ നമ്മൾ ഭയങ്കര വിഷമത്തിലേക്ക് പോകാനോ ഒന്നും അല്ല. ഈ ബലഹീനത തന്നേക്കുന്നത് നമ്മൾ ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. ബലഹീനത വരെ നമ്മൾ ചെയ്യേണ്ട കാര്യം വിഷമിക്കുക, അയ്യോ എന്ത് പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ കരയുമല്ല. നമ്മൾ ആശ്രയിക്കണം. നമ്മൾ ഈശോയിൽ ഇങ്ങനെ പിന്നെയും പോയിട്ട് ഇങ്ങനെ ആശ്രയിക്കണം. വചനം പറയുന്നു, നിന്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നു. ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നു. ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ പൂർണ്ണമായി ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ പൂർണ്ണമായി ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. 2 കൊരിന്തോസ് 12:10. അതായത് ഞാൻ എൻ്റെ ബലഹീനത എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ ഈശോയുടെ ശക്തി എനിക്ക് പൂർണ്ണമായിട്ട് ആവസിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ പറയുക, ഞാൻ 30% ശക്തനാണെന്ന് പറഞ്ഞാൽ 70% ഈശോയുടെ ശക്തി പ്രവർത്തിക്കത്തുള്ളൂ. എനിക്ക് 40% ശക്തി ഉണ്ടെങ്കിൽ 60% ഈശോയുടെ ശക്തി പ്രവർത്തിക്കത്തുള്ളൂ. ഞാൻ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഈശോയെ, പരിപൂർണ്ണമായിട്ട് നീ ഏറ്റെടുക്കണേ, എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശക്തി നമ്മളിൽ പൂർണ്ണമായിട്ട് ആവസിക്കും. നമ്മൾ ബലഹീനത എന്താ നമ്മൾ ചെയ്യേണ്ടേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മൾ പോയിട്ട് കർത്താവിൻ്റെ അടുത്ത് വരിക്കണം. കർത്താവെ, അങ്ങനെയിലേക്ക് ഇങ്ങനെ അങ്ങയുടെ ശക്തി തരണേ, എനിക്കിങ്ങനെ ഓരോ ദിവസവും കയറി വരാൻ പറ്റണം. ഈശോയുടെ അടുത്ത് പോയിട്ടിരുന്നിങ്ങനെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഇതിനകത്ത് നിന്ന് കരകയറ്റണേ, ഇതിൻ്റെ ശക്തി ഇനി വെളിപ്പെടണേ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കിടക്കണം. ഹെബ്രായ 4:15 പറയുന്നൊരു കാര്യമുണ്ട്. വചനം ഇങ്ങനെയാണ്, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. നമ്മുടെ ബലഹീനതയിൽ നമ്മോടത്ത് സഹതപിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. വേണ്ട സമയത്ത് കൃപാവരം കിട്ടുന്നതിനായി ഈശോയെ നമുക്ക് സമീപിക്കാം. അതാ വചനം പറയുന്നത്. ഈശോ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടവനാണ്. ഈ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ഈശോ എന്ത് ചെയ്ത് കാണും? ഈശോ പോയി ഇന്ന് പ്രാർത്ഥിക്കും. 3 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഈശോ സാത്താനെ 3 വചനം വെച്ച് അനുഭവിച്ച പരീക്ഷണത്തിൻ്റെ സമയത്ത് വെച്ച് 3 വചനം വെച്ച് നേരിടുന്ന ഒരു കാര്യം ബൈബിളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പിശാച് പലതവണ വന്ന് കാണും, ഈശോ വചനം വെച്ച് നേരിട്ട് കാണും. സോ നമുക്ക് ബലഹീനതയുടെ സമയത്ത് ഈശോയുടെ അടുത്ത് വരുന്ന പ്രാർത്ഥിക്കാം, ഈശോയെ എന്നെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. ഓരോ ബലഹീനത നമ്മൾ വിജയിച്ച് വരുമ്പോഴും കർത്താവ് നമ്മളെ പുതിയ കൃപകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഓരോ ബലഹീനതകളിലും നമുക്കിങ്ങനെ കൂടുതൽ കൃപകളിലേക്ക് വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബലഹീനത നമുക്ക് മാറ്റാം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നമ്മുടെ ഫെയിലർ അല്ല. ആമേൻ.